ഹായ് എവരിവൺ. 32 സ്റ്റെപ്പുകളിലൂടെയുള്ള ഇംഗ്ലീഷ് പഠന കോഴ്സിൻ്റെ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് സ്വാഗതം. ഈ കോഴ്സിൽ നാം പഠിക്കാൻ പോകുന്നത് ടെൻസുകളാണ്. നമുക്ക് ടെൻസുകൾ എന്താണെന്ന് അറിയാം. ടെൻസിന് സമയം അല്ലെങ്കിൽ കാലം എന്നുകൂടി അർത്ഥമുണ്ട്. പ്രധാനമായും 3 ടെൻസുകളാണുള്ളത്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നവ, പാസ്റ്റ് എന്നാൽ കഴിഞ്ഞു പോയവ, ഫ്യൂച്ചർ എന്നാൽ വരാനിരിക്കുന്നവ. നമുക്ക് ടെൻസ് വിശദമായി പഠിക്കാം. പ്രസൻറ്റ് ടെൻസിൽ 4 പിരിവുകൾ വീണ്ടും ഉണ്ട്. പാസ്റ്റ് ടെൻസിലും 4 പിരിവുകൾ ഉണ്ട്. ഫ്യൂച്ചർ ടെൻസിലും 4 പിരിവുകളുണ്ട്. അങ്ങനെയാണ് ആകെ 12 ടെൻസുകൾ ഉണ്ടാവുക. പ്രസൻറ്റ് ടെൻസ് ആദ്യം നോക്കാം. ശീലത്തെ കാണിക്കുവാനാണ് ഇത് ആദ്യമായി ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിന് പല ഉപയോഗങ്ങളുണ്ട്. എങ്കിലും ആദ്യമായി നമുക്ക് ഉള്ള ഒരു ശീലത്തെ കാണിക്കുവാനാണ് ഉപയോഗിക്കുക. ഈ വാചകം നോക്കുക. വി ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock എവ്രി ഡേ. ഗെറ്റപ്പ് എന്ന ക്രിയാരൂപം അടിവരയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഗെറ്റപ്പ് എന്ന ക്രിയാരൂപം പ്രസൻറ്റ് ടെൻസിലാണ്. ഇതിൻ്റെ അർത്ഥം ഞങ്ങൾ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നാണ്. എഴുന്നേൽക്കുന്നു എന്നും എഴുന്നേൽക്കാറുണ്ട് എന്നും അർത്ഥമുണ്ട്. ഹി ഓൾവേസ് സിങ്സ് സോങ്സ്. അവൻ എപ്പോഴും പാട്ടുകൾ പാടാറുണ്ട് അല്ലെങ്കിൽ പാട്ടുകൾ പാടുന്നു. അടുത്ത വാചകം നോക്കുക. ഷീ കോൾസ് മീ എവ്രി ഡേ. കോൾ എന്ന ക്രിയാരൂപത്തോട് ചേർന്ന് എസ് ശബ്ദം ചേർന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഷീ എന്നത് ഏകവചനത്തിലുള്ള സബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർത്താവാണ്. ആയതിനാലാണ് പ്രസൻറ്റ് ടെൻസിൽ എസ് ശബ്ദം ചേർത്തിരിക്കുന്നത്. എസ് ശബ്ദം ചേർക്കാതെ കോൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഷീ കോൾസ് മീ എവ്രി ഡേ. അവൾ എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ വിളിക്കുന്നു. രണ്ടാമത്തെ ടെൻസ്, പ്രസൻറ്റ് ടെൻസുകളിലെ രണ്ടാമത്തെ ടെൻസാണ് അടുത്തതായി നോക്കുന്നത്. ദേ ആർ റൈറ്റിംഗ് ആൻസേഴ്സ്. അവർ ഉത്തരങ്ങൾ എഴുതുകയാകുന്നു അല്ലെങ്കിൽ എഴുതുകയാണ് എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം. ആർ എന്ന സഹായകക്രിയ ചേർത്താണ് ഈ ടെൻസ് ഉപയോഗിക്കുക. ഏകവചനത്തിലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് എന്ന സഹായക്രിയ ഉപയോഗിച്ചാണ് പറയുക. ഷീ ഈസ് കുക്കിംഗ് ലഞ്ച്. അവൾ ഉച്ചഭക്ഷണം പാകം ചെയ്യുകയാണ് അല്ലെങ്കിൽ പാകം ചെയ്യുകയാകുന്നു. പ്രസൻറ്റ് ടെൻസിൻ്റെ 3ാമത്തെ ടെൻസ് നോക്കാം. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് ഇവ ഉപയോഗിക്കുക. 2 സഹായക്രിയകൾ ചേർത്താണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ദേയ്. ദേയ് എന്നത് ബഹുവചനത്തിലുള്ള കർത്താവാണ് അല്ലെങ്കിൽ സബ്ജക്റ്റാണ്. ആയതിനാൽ ഹാവ് എന്ന് ചേർത്ത് വേണം പറയാൻ. ഹാവിന് ശേഷം ക്രിയാരൂപത്തിൻ്റെ 3rd ഫോമാണ് വരിക അല്ലെങ്കിൽ 3ാമത്തെ രൂപമാണ് വരിക. ദേ ഹാവ് റിട്ടൺ ദ ആൻസേഴ്സ്. ഈ വാചകത്തിൻ്റെ അർത്ഥം അവർ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ്. രണ്ടാമത്തെ വാചകത്തിൽ ഹാസ് എന്നാണ് സഹായകക്രിയ ചേർത്തിരിക്കുന്നത്. ഷീ ഹാസ് ഡൺ ദ വർക്ക്. ഷീ എന്നത് ഈ വാചകത്തിലെ ഏകവചനത്തിലുള്ള സബ്ജക്റ്റാണ്. ആയതിനാൽ ഹാസ് എന്ന് ചേർത്തു. ഷീയോടുകൂടി ഹാവ് എന്ന് ചേർത്താൽ തെറ്റാണ്. അല്ലെങ്കിൽ they എന്ന സബ്ജക്റ്റിനോട് ചേർന്ന്
ഹാസ് എന്ന് ചേർത്താലും തെറ്റാണ്. അത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന ഒരു പാഠം ഇതിനു മുൻപ് നമ്മൾ പഠിച്ചത് ഓർക്കുമല്ലോ. ഷി ഹാസ് ഡൺ ദ വർക്ക്. അവൾ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം. തേർഡ് ഫോം എന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. നമുക്ക് ചില തേർഡ് ഫോം ഈ വാചകത്തിൽ ശ്രദ്ധിക്കാം. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇതിൻ്റെ അർത്ഥം വരുന്നത് എഴുതുക, എഴുതി, എഴുതിയിട്ടുണ്ട്. ഗോ ആണെങ്കിൽ പോവുക, പോയി, പോയിട്ടുണ്ട്. ഗോ, വെൻറ്റ്, ഗോൺ അങ്ങനെയാണ് വരിക. ടേക്ക് എന്ന ക്രിയാരൂപത്തിൻ്റെ രൂപങ്ങൾ ടേക്ക്, ടുക്ക്, ടേക്കൺ. അതിൻ്റെ അർത്ഥം എടുക്കുക, എടുത്തു, എടുത്തിട്ടുണ്ട് എന്നാണ്. എല്ലാ പ്രസൻറ്റ് ടെൻസുകളും ഓരോ ഉദാഹരണം സഹിതം ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. കം എന്ന ക്രിയാരൂപത്തോട് ചേർത്ത് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നു. വി കം ടു സ്കൂൾ ഏർലി. ഞങ്ങൾ സ്കൂളിലേക്ക് നേരത്തെ വരാറുണ്ട് അല്ലെങ്കിൽ നേരത്തെ വരുന്നു. ഹെൽപ്പ് എന്ന ക്രിയാരൂപത്തോട് ചേർത്ത് ഷീ ഹെൽപ്സ് എവ്രി വൺ. അവൾ എല്ലാവരെയും സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കാറുണ്ട് എന്നർത്ഥം. ഐ എം റീഡിങ് എ സ്റ്റോറി. ഞാൻ ഒരു കഥ വായിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു കഥ വായിക്കുകയാകുന്നു എന്നർത്ഥം. ആം എന്ന സഹായക്രിയ ചേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആം, ഈസ്, ആൾ എന്നീ 3 സഹായകക്രിയകളാണ് രണ്ടാമത്തെ ടെൻസിൽ വരിക. ഈ ആം, ഈസ്, ആൾ എന്ന സഹായക്രിയയുടെ അർത്ഥം ആകുന്നു എന്നാണ്. അതിനുശേഷം ക്രിയാരൂപത്തിൻ്റെ ആദ്യ രൂപമാണ് ഉപയോഗിക്കുക. ING ഫോം കൂടിച്ചേർന്ന് വരും. എന്നാൽ ING ഫോമിന് പ്രത്യേക അർത്ഥമില്ല. ഹി ഈസ് ടേക്കിംഗ് റെസ്റ്റ് നൗ. അവൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റിംഗ് എന്നും പറയാം. ദേ ആർ റീഡിങ് എ സ്റ്റോറി. അവർ ഒരു കഥ വായിക്കുകയാകുന്നു അല്ലെങ്കിൽ വായിക്കുകയാണ്. വി ഹാവ് ഗോൺ ദെയർ. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് എന്നർത്ഥം. ഷീ ഹാസ് ഡൺ ദ വർക്ക് വെരി വെൽ. അവൾ ജോലി വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അടുത്തതായി ടെൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമായ പാസ്റ്റ് ടെൻസും അതിൻ്റെ രൂപങ്ങളും നമുക്ക് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.